ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വർഷം റിലീസായ ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയുടെ കഥയാണ്. ബ്രിങ് ഹെയർ ബാക്ക് എന്നാണ് ഇതിന്റെ പേര്. എന്റെ മോൻ എന്താ പറയാ, ഇമ്മാതിരി സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ നിങ്ങൾ എക്സ്പ്ലനേഷൻ അല്ലാതെ ശരിക്കും സിനിമ നിങ്ങൾ കാണാൻ പോവാണെങ്കിൽ മനക്കട്ടി ഇല്ലാത്തവര് രാത്രി ഇത് കാണാൻ നിൽക്കരുത്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് കാണാതിരിക്കാൻ ശ്രമിക്കുക. കണ്ടു നോക്കൂ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യം കാണിക്കുന്നത് ഒരു റഷ്യൻ റിച്വലാണ്. അവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. ഇതേ സമയം തന്നെ മറ്റൊരു ലേഡിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ ആ വട്ടത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്ന പെണ്ണിനെ അവർ തൂക്കിക്കൊല്ലാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് മറ്റൊരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു നോട്ടമാണ് അവൾ നോക്കുന്നത്. ഇപ്പൊ ഈ ആചാരക്രിയയിലൂടെ ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, മറ്റവളെ ബലി കൊടുത്തിട്ട് അവന് ജീവൻ കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് ആൻഡി എന്നാണ്. ഇവനൊരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ട്. അവളുടെ പേരാണ് പൈപ്പർ. ഈ പൈപ്പറിന് ഒരു കുഴപ്പമുണ്ട്, അവൾക്ക് കാഴ്ചയില്ല. എന്നാൽ പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ല എന്നല്ല, ഒരു മങ്ങിയ രീതിയിൽ അവൾക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ഇവര് താമസിക്കുന്നത് ഇവരുടെ അച്ഛന്റെ കൂടെയാണ്. ഇന്നിപ്പോ സ്കൂളൊക്കെ കഴിഞ്ഞ ഒരു വീട്ടിലെത്തി. അച്ഛൻ കുറെ നേരമായിട്ട് ബാത്റൂമിലായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് വാതിൽ ഓർക്കുന്നില്ല. അത് കാരണം ആന്റി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ട് ആ വാതിലൊക്കെ കുത്തി തുറന്നു. എന്നാൽ ബാത്റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അവനെ ശരിക്കും അത് ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പോലീസുകാരൊക്കെ വന്നിട്ട് അവന്റെ അച്ഛന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ ആന്റിയുടെ ഒരു ഫ്രണ്ട് അവരവരുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഈ ഫ്രണ്ടിന്റെ പേര് വെൻഡി എന്നാണ്. ഇവളൊരു സോഷ്യൽ വർക്കറാണ്. പൈപ്പറിന് കാഴ്ചശക്തി ഇല്ലാത്തതാണല്ലോ. മാത്രമല്ല ആന്റിക്കാണെങ്കിൽ 18 വയസ്സും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പൈപ്പറിന്റെ ഗാർഡിയൻഷിപ്പ് നിയമപരമായിട്ട് അവൻ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആന്റിക്ക് 18 വയസ്സാവുന്നവരെ വെൻഡി ആന്റിയെയും പൈപ്പറിനെയും മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ലോറ എന്നൊരു ലേഡിയാണത്. അവരുടെ വീട്ടിലേക്കാണ് ആന്റി ഇപ്പൊ പൈപ്പറിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരിപ്പോ ലോറയുടെ വീട്ടിലെത്തി. സിറ്റിയിൽ നിന്നൊക്കെ മാറി നല്ല ഉള്ളിലോട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ ലോറ അവിടെ നിൽക്കുന്നുണ്ട്. ഇവർക്കൊരു മകൾ ഉണ്ടായിരുന്നു, കാത്തി എന്നാണ് പേര്. അവൾ മുങ്ങി മരിച്ചു. അതിനുശേഷം ഇവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവർ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് വെൻഡി ലോറയെ ഫോണിൽ വിളിക്കുന്നത്. ലോറ ഇപ്പൊ വെൻഡിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആന്റിയും പൈപ്പറും വെളിയിലേക്ക് ഇറങ്ങി. അവർ പുറകിലേക്കുള്ള വാതിൽ ഓർക്കുമ്പോൾ ആ വീടിനകത്തുനിന്ന് ഒരു പൂച്ച ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ അവരിപ്പം ആ വീടും പരിസരമൊക്കെ നോക്കി കാണാണ്. ആ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്നാൽ ഇപ്പൊ അതിൽ വെള്ളമൊന്നുമില്ല. ഈ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയിട്ടാണ് ലോറയുടെ മകളായ കാത്തി മരിച്ചത്. ഇപ്പൊ ആന്റി അങ്ങോട്ട് നോക്കുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് ഒരു പയ്യൻ ആ പൂച്ചയെ പിടിച്ചിരിക്കുകയാണ്. ഈ പയ്യന്റെ പേര് ഒലിവർ എന്നാണ്. അവൻ ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല. ഇവനെയും ലോറ അഡോപ്റ്റ് ചെയ്തതാണ്. ആ പയ്യൻ ആ പൂച്ച എടുത്തു കഴിഞ്ഞപ്പോൾ പൂച്ചയാണെങ്കിൽ ഉറക്കെ ബഹളം വെക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടതും ലോറ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഒലിവറിന്റെ കയ്യിൽ നിന്നും ആ പൂച്ചയെ മേടിക്കുകയാണ്. ഈ സമയത്താണ് ഒലിവർ ആന്റി ഒന്ന് നോക്കുന്നത്. ഒരു വല്ലാത്ത നോട്ടമായിരുന്നു അവന്റെ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ലോറ ഇപ്പം കുട്ടികളുടെ ഹൈറ്റ് ഒക്കെ അവിടെ ഒരു ചുമരിൽ മാർക്ക് ചെയ്യാണ്. ആദ്യം അവൾ മാർക്ക് ചെയ്തത് പൈപ്പറിന്റെ ഹൈറ്റ് ആണ്. അതിനുശേഷം അവൾ ഒലിവറിനെ അങ്ങോട്ട് നിർത്തി അവന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് അവൾ ആന്റിയുടെ ഹൈറ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ സമയത്താണ് പൈപ്പർ ഒരു കാര്യം ചോദിക്കുന്നത്. ഒലിവറിനെ കാണാൻ എങ്ങനെയുണ്ട് എന്നാണ് പൈപ്പർ ആന്റിയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനെ കാണാൻ നല്ല ക്യൂട്ടാണ് എന്നാണ് ആന്റി അതിന് മറുപടി പറയുന്നത്. അപ്പൊ അവന്റെ മുടിയോ പൈപ്പർ അടുത്തായിട്ട് ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നത് ലോറയാണ്. അവന് നല്ല ചുവന്ന ചുരുണ്ട മുടിയാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയാണ് എന്നാണ് ലോറ അതിന് മറുപടി പറയുന്നത്. അവരങ്ങനെ പറയുമ്പോൾ ആന്റിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ മൊട്ടത്തലേനാണല്ലോ. പിന്നെ എന്താണ് അവരങ്ങനെ പറഞ്ഞത് എന്ന കാര്യം അവന് മനസ്സിലായില്ല. മാത്രമല്ല അവൻ അങ്ങോട്ട് വന്നപ്പോൾ മുതൽ അവരുടെ പെരുമാറ്റം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. അതിൽ നിന്നൊക്കെ ആന്റിക്ക് എന്തോ പന്തികേടും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം ആന്റി ഇപ്പം അവന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് അവന്റെ ആ ഫ്രണ്ടിന് അവൻ മെസ്സേജ് അയക്കുന്നത്. അവന്റെ ഒലിവറിന്റെ കാര്യം ആ മെസ്സേജിൽ പറയുന്നുണ്ട്. അവനെ കാണാൻ ക്യൂട്ടൊക്കെയാണ്, പക്ഷെ അവനെ കണ്ടിട്ട് ഒരു പന്തികേട് തോന്നുന്നുണ്ട് എന്നാണ് അവൻ മെസ്സേജ് അയക്കുന്നത്. ഈ സമയത്താണ് ലോറ അവന്റെ റൂമിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ നീ ആരോടാണ് ഈ ചാറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിനോടാണ് ചാറ്റ് ചെയ്തത് എന്നാണ് അവൻ മറുപടി പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പുറത്തു നിന്നും പൈപ്പർ വിളിക്കുന്നത്. ആ ശബ്ദം കേട്ടതും അവൻ ഫോൺ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അതിനുശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലോറ ഇപ്പൊ അവന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ആന്റി വേഗം ചെന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. ഈ സമയം അവളാണെങ്കിൽ കുറെ സോറി ഒക്കെ പറഞ്ഞിട്ട് അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അവൾ അവിടെ നിന്നിട്ട് അവനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒലിവറിനെ കണ്ടിട്ട് നിനക്ക് പന്തികേട് തോന്നുന്നുണ്ടല്ലേ? ആ ചോദ്യത്തില് അവളുടെ മുഖഭാവം മാറിയിട്ടുണ്ട്. അത് കാണുന്ന ആന്റിക്ക് ടെൻഷനായി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. ഈ സമയം അവനൊന്ന് നോക്കിയതിനു ശേഷം ലോറ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രിയായി. പൈപ്പർ നല്ല ഉറക്കത്തിലാണ്. ഈ സമയം അവളുടെ വാതിൽക്കലായിട്ട് ലോറ നിൽക്കുന്നുണ്ട്. അവളിങ്ങനെ പൈപ്പറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറെ നേരം അങ്ങനെ തന്നെ നിന്നതിന് ശേഷം അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയം കോണിപ്പടികൾക്ക് താഴെയായിട്ട് ഒലിവറും നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ നീ ഇപ്പൊ തൽക്കാലം നിന്റെ റൂമിലേക്ക് പോയിക്കോ എന്നാണ് ലോറ പറയുന്നത്. അത് കേട്ടതും ഒലിവർ അവന്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ലോറ ഒലിവറിന്റെ റൂമിലേക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ VCRൽ ഒരു കാസറ്റ് ഇടാണ്. അതിലുണ്ടായിരുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു റിച്വൽ കണ്ടിട്ടില്ലായിരുന്നു, ആ വീഡിയോ ആണ്.
ഈ സമയം ആന്റി ആണെങ്കിൽ അവന്റെ റൂമിൽ കിടക്കാണ്. കുറെ നേരമായിട്ട് അവൻ ഉറങ്ങാൻ ശ്രമിക്കുന്നു, എന്നാൽ എന്തോ അവൻ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അവൻ ജനലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കാഴ്ച കാണുന്നത്. അത് ലോറയും ഒലിവറും ആയിരുന്നു. ലോറ ഇപ്പോൾ ഒലിവറിനെയും കൂട്ടി ആ വീടിന്റെ പുറത്തുള്ള ഒരു ഷെഡിന്റെ അകത്തേക്ക് പോവാണ്. അതിൽ നിന്നൊക്കെ അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആന്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ അവന്റെ പാന്റിൽ മൂത്രയിച്ചിട്ടുണ്ട്. അത് അവന് തന്നെ വല്ലാത്തൊരു നാണക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പാന്റ് അവൻ തന്നെ അവിടുത്തെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുകയാണ്. സാധാരണ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ലോറയാണ്. എന്നാൽ മൂത്രം ഒഴിച്ചത് ആരെയും അറിയിക്കാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ ആ പാന്റൊക്കെ അലക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ആന്റിയുടെയും പൈപ്പറിന്റെ അച്ഛന്റെ ഫ്യൂണറൽ. അപ്പൊ അവർ അതിനു വേണ്ടിയിട്ട് ഒരു പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. ലോറ ആ ഫ്യൂണറൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ലോറ നേരെ പോകുന്നത് അവന്റെ അച്ഛനെ കടത്തിയ സ്ഥലത്തേക്കാണ്. എന്നിട്ട് ആരും കാണാതെ നൈസായിട്ട് അയാളുടെ മുടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഒലിവർ ആണെങ്കിൽ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവനിപ്പോ പൂട്ടിയിട്ടിട്ടാണ് ബാക്കിയുള്ള ഒരു ഫ്യൂണറലിൽ പോയിരിക്കുന്നത്. ഈ സമയം ഒലിവർ ആണെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ടി അവിടുത്തെ ഗ്ലാസ്സിനിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഇടിച്ചിട്ട് അവൻ ആ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചു. എന്നിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കയ്യിൽ നിന്നും ഇപ്പൊ മൊത്തം ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ പോകുന്നത് പുറത്തുള്ള ആ ഷെഡിലേക്കാണ്. അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവനത് തുറക്കാൻ വേണ്ടി കുറെ ആ വാതിലിനിട്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് തുറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവിടെ വളർത്തുന്ന കോഴികളുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവൻ നേരെ കോഴിക്കൂടിന്റെ അടുത്തേക്ക് ചെന്നു. ആ കോഴീനെ പിടിക്കാനാണ് അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. എന്നാൽ ആ കൂട് ലോക്ക് ചെയ്തുകൊണ്ട് അവന് കോഴികളെ പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ലോറയുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ മദ്യപിച്ചു. പാട്ടും കൂത്തുമായിട്ട് ശരിക്കും അവർ ആ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ പൈപ്പർ ആണെങ്കിൽ ഉറങ്ങിപ്പോയി. ഈ സമയം ലോറയും ആന്റിയും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറ ഇപ്പൊ പറയുന്നത് അവളുടെ മകളെ കുറിച്ചാണ്. മകള് മുങ്ങി മരിച്ച കാര്യം മാത്രമല്ല, അവൾ ഒന്നുകൂടെ ജീവിച്ചു വരണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവൾ ഒന്നുകൂടെ എന്റെ അമ്മയെന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ലോറ ഇങ്ങനെ വിഷമത്തോടെ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ആന്റിയുടെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. വെന്റി എന്നോട് പറഞ്ഞല്ലോ നീ ഒരിക്കൽ പൈപ്പറിനെ അടിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അതെന്തിനായിരുന്നു? എന്തിനായിരുന്നു നിനക്ക് അവളോട് ഇത്ര അസൂയ എന്നാണ് ലോറ ചോദിക്കുന്നത്. അതേക്കുമ്പോ ശരിയാണ്, പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ അവളെ അടിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്റെ അച്ഛനാണ്. എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ പൈപ്പറിന്റെ അമ്മേനെ കല്യാണം കഴിച്ചത്. എന്നാൽ അയാൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഈ പൈപ്പറിനെ ആയിരുന്നു. ഈ ഒരു ദേഷ്യം കൊണ്ടാണ് അന്ന് ഞാൻ അവളെ ഉപദ്രവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൈപ്പറിന്റെ അടുത്താണ് എന്നാണ് ആന്റി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ആന്റി പോയി കിടന്നു. അവനിപ്പോ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ലോറ അവന്റെ റൂമിലേക്ക് വരുന്നത്. അവളിപ്പോ ഒരു കപ്പില് അവളുടെ മൂത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവളിപ്പം അത് അവന്റെ പാന്റിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം അവൾ അവന്റെ ഫോൺ എടുത്തു. ആ ഫോണിനകത്ത് അവൻ ഒലിവറിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാണ്. ഈ സമയത്താണ് പുറത്തു നിന്നും അവളുടെ ആ പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നത്. അവൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒലിവർ ഇപ്പൊ ആ പൂച്ചയും പിടിച്ചുകൊണ്ട് ആ സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് നിൽക്കുകയാണ്. അവനിപ്പോ ആ പൂച്ചയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതിന്റെ ചോരയൊക്കെ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോറ വേഗം ചെന്നിട്ട് അവൻ അവിടുത്തെ ഒരു ബാത്ത് ഇരുത്തി എന്നിട്ട് അവരുടെ ശരീരം മൊത്തം ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഈ സമയം ലോറ അവന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? നീ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണോ? ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയാണ് ലോറ ഒലിവറിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ഒലിവർ ആണെങ്കിൽ അതിനൊരു മറുപടിയും പറയുന്നില്ല. അത് കാണുമ്പോൾ നീ എന്തെങ്കിലും ഒന്ന് പറ, നീ ഇവിടെ തന്നെ ഉണ്ടോ? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ലോറ വീണ്ടും ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒലിവർ അവളെ വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ്. ആ നോട്ടം നോക്കിയതും അവിടുത്തെ വാഷ് ബേസിലെ പൈപ്പ് ഓണായി. അതിൽ നിന്നും തിളച്ച വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ലോറ വാഷ് ബേസിന്റെ അടുത്തേക്ക് ചെന്നു. ആ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നതിനനുസരിച്ച് ആ പൂച്ച ഇങ്ങനെ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഒലിവറിന്റെ മുഖത്ത് വല്ലാത്തൊരു മാറ്റവും വന്നിട്ടുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ ചുവന്ന കളറായിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടുത്തെ കണ്ണാടി മൊത്തം പൊട്ടിപ്പോകുന്നത്. അത് കണ്ട് ലോറയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആന്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നും അവൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ അറിയത്തില്ലല്ലോ അത് ലോറയുടെ പണിയായിരുന്നെന്ന്. അവൻ തന്നെ മൂത്രമൊഴിച്ചാണെന്ന് കരുതിയിട്ട് അവൻ അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ ലോറയും പൈപ്പറും നിൽക്കുന്നുണ്ട്. പക്ഷെ മൂത്രമൊഴിച്ചതുകൊണ്ട് അവന്റെ തുണിയൊക്കെ ലോറയ്ക്ക് കൊടുക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അത് കാണുന്ന ലോറയാണെങ്കിൽ ഞാൻ അലക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവന്റെ തുണി മേടിച്ചു. ഈ സമയത്താണ് അവൾക്ക് മൂത്രത്തിന്റെ സ്മെല്ല് അടിക്കുന്നത്. നീ ഈ പ്രായത്തിൽ നിന്റെ ഡ്രസ്സിൽ മൂത്രമൊഴിക്കോ എന്നാണ് അവൾ ചോദിക്കുന്നത്. പൈപ്പറിന്റെ മുമ്പിൽ വെച്ചിട്ട് അത് ചോദിച്ചതുകൊണ്ട് അത് അവന് വല്ലാതെ ഇൻസൾട്ടായി. ഇത് തന്നെയായിരുന്നു ലോറയുടെ ഉദ്ദേശം. പൈപ്പറിന്റെ മുന്നിൽ അവൻ ഇൻസൾട്ട് ചെയ്യണം. അതിനുവേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ സമയം അവരോടൊരു സോറി പറഞ്ഞിട്ട് ആന്റി നൈസായിട്ട് അവിടുന്ന് പോയി. അങ്ങനെ ആന്റി നേരെ പോകുന്നത് പുറത്തുള്ള ഷെഡിന്റെ അടുത്തേക്കാണ്. അതിനകത്ത് എന്താണുള്ളത് എന്ന് നോക്കാനാണ് അവൻ ഇങ്ങോട്ട് ചെന്നിരിക്കുന്നത്. എന്നാൽ ഡോറ് ലോക്ക് ആയതുകൊണ്ട് അവന് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടുത്തെ പൈപ്പിന്റെ അടുത്തേക്ക് എന്നിട്ട് കാലൊക്കെ കഴുകാൻ തുടങ്ങി. ഈ സമയം ഒലിവർ ആണെങ്കിൽ അവന്റെ റൂമിൽ നിന്ന് ആന്റിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഈച്ച അതിലെ പറന്നു പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഒലിവർ ആ ഈച്ചക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു. ആ ശബ്ദം കേട്ട ആന്റി അവനെ നോക്കുമ്പോൾ അവനിങ്ങനെ കൈ പൊക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അത് തന്നോട് അവൻ കൈ കാണിച്ചാണെന്ന് വിചാരിച്ചിട്ട് ആന്റി അവന് നേരെ കൈ കാണിച്ചു. എന്നാൽ അവൻ അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആന്റി അപ്പുറത്തേക്ക് തിരിഞ്ഞു. ഈ സമയം ഒലിവർ ആണെങ്കിൽ ആ ഈച്ചയെ പിടിച്ച് തിന്നാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ വീട്ടിലിപ്പം ലോറയും പൈപ്പറും ഇല്ല. അവർ പുറത്തു പോയിരിക്കുകയാണ്. ഈ സമയം ആന്റി ആണെങ്കിൽ നേരെ ഒലിവറിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ ഒലിവറിനെ അവന്റെ റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്.
അതിന്റെ കീ ആന്റിയുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവനൊരു കത്തി വെച്ചിട്ട് ആ ഡോർ തുറന്നു. എന്നിട്ട് ഒലിവറിനെ വിളിച്ചോണ്ട് അവിടുത്തെ കിച്ചണിലേക്ക് ചെന്നു. അവന് വിശക്കുന്നുണ്ടാവുന്ന കരുതിയിട്ട് അവന് കൊടുക്കാൻ വേണ്ടി ആന്റി ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളൊക്കെ അവൻ ഒലിവറിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒലിവർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. അവന് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് കരുതിയിട്ട് ആന്റി ഒരു പേപ്പറും പെൻസിലും അവന് മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. ഈ സമയം ഒലിവർ ആണെങ്കിൽ ആ പെൻസിൽ എടുത്ത് ആ പേപ്പറിൽ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങി. അതിനിടയിൽ ആന്റി ആണെങ്കിൽ ആ ഫ്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു കഷ്ണം ആ കത്തി കൊണ്ട് കുത്തിയെടുത്ത് അത് അവൻ ഒലിവറിന് നീട്ടി. ഈ സമയം ഒലിവർ ആണെങ്കിൽ ആ കത്തി അടക്കമാണ് മേടിക്കുന്നത്. അങ്ങനെ ആ കത്തി ഒലിവറിന്റെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ആന്റി എന്തോ സാധനം എടുക്കാൻ വേണ്ടി താഴേക്ക് ഇരുന്നു. ഈ സമയത്താണ് മെറ്റൽ ഒരയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അത് കേട്ടതും ആന്റി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒലിവർ ഇപ്പം ആ കത്തി അവന്റെ വായിലേക്കിട്ട് അത് ചവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് മൊത്തം ബ്ലഡ് വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആന്റിക്ക് ശരിക്കും പേടിയായി. അവൻ ആ കത്തി വലിച്ചെറിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒലിവറിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആന്റി ഒലിവറിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അവിടെ ഒരു വെള്ള വര വരച്ചിട്ടുണ്ട്. ആ വെള്ള വരയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഒലിവർ സമ്മതിക്കുന്നില്ല. അവൻ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവൻ വരാൻ കൂട്ടാക്കുന്നത് കാണുമ്പോൾ ആന്റി അവനെ പിടിച്ച് വലിച്ചു. അങ്ങനെ അവർ ആ വെള്ള വര ക്രോസ് ചെയ്തു. എന്നാൽ വെള്ള വര ക്രോസ് ചെയ്തതും ഒലിവർ വല്ലാണ്ട് കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞുകൊണ്ട് താഴെ കിടക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അവന് വല്ലാതെ വിറയ്ക്കുന്നുമുണ്ട്. ഒലിവറിന് വയറ് വേദനിക്കുന്ന പോലെയാണ് ആന്റിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ബനിയെ മാറ്റി നോക്കി. ഈ സമയം ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ വയറ്റിനകത്തു നിന്നും എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതുവരെ സംസാരിക്കാത്ത ഒലിവർ ഇപ്പൊ സംസാരിക്കുകയും ചെയ്തു. എന്നെ ഒന്ന് സഹായിക്കൂ എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് ലോറ അവളുടെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ആന്റി ഒലിവറിനെയും കൊണ്ട് പുറത്തേക്ക് കിടന്ന് കാണുമ്പോൾ അവൾ വളരെ വെപ്രാളത്തോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തിനാണ് ഇവരെ പുറത്തേക്ക് ഇറക്കിയത്? നീ വേഗം നിന്റെ അനിയത്തെയും കൊണ്ട് വീട്ടിനകത്തേക്ക് പോയിക്കേ എന്നാണ് ലോറ ഇങ്ങനെ ഉറക്കെ പറയുന്നത്. അത് കേട്ടതും ആന്റി പൈപ്പറിനെയും കൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി. അവനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. മാത്രമല്ല അവന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഓരോന്ന് പെരുത്ത് കയറാൻ തുടങ്ങി. ഈ സമയം എന്താണ് സംഭവിച്ചതെന്നൊക്കെ പൈപ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരു മറുപടി അവളോട് പറയാൻ പറ്റുന്നില്ല. ഈ സമയം ആകുമ്പോഴേക്കും ലോറയാണെങ്കിൽ ഒലിവറിനെ അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ആന്റി ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥത കാണിക്കുന്നതുകൊണ്ട് പൈപ്പർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആന്റി. കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്താണ് പ്രശ്നം എന്ന് എന്നോട് പറ, അല്ലെങ്കിൽ ലോറയോട് പറ, അവര് നിന്നെ സഹായിക്കും എന്നൊക്കെയാണ് പൈപ്പർ പറയുന്നത്. എന്നാൽ ആന്റി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ലോറയാണെങ്കിൽ ഒലിവറിനെയും കൊണ്ട് അവന്റെ റൂമിലിരിക്കുകയാണ്. അവൾ ആ റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ ആ TV ഓണാക്കി. അവളിപ്പോ ആ റിച്വലിലെ വീഡിയോ ആണ് കാണുന്നത്. ഈ സമയം ഒലിവർ ആണെങ്കിൽ ആ ബെഡിൽ കിടന്ന് വീണ്ടും കരയാൻ തുടങ്ങി. മാത്രമല്ല അവൻ സംസാരിക്കുന്നുമുണ്ട്. ഞാൻ എവിടെയാണ്, നിങ്ങൾ എന്താണ് എന്നെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ലോറ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മ്യൂസിക് സിസ്റ്റം ഓണാക്കിയിട്ട് അത് നല്ല സൗണ്ടിൽ വെക്കുകയാണ്. അതിനുശേഷം അവൾ ഒലിവറിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയം അവനിങ്ങനെ നിർത്താതെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ലോറയാണെങ്കിൽ അവന്റെ വാ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് അവന്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവൾ ചെയ്യുന്നുണ്ട്. ഇവളിപ്പോ ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ റിച്വലിൽ കണ്ട അതേപോലെ തന്നെയാണ്. അങ്ങനെ കുറെ നേരം ആ വട്ടം വരച്ചു കഴിയുമ്പോൾ ഒലിവർ ആ കരച്ചിലൊക്കെ നിർത്തി. ഈ സമയത്താണ് ആന്റിയും പൈപ്പറും വന്നിട്ട് ആ വാതിലും മുട്ടുന്നത്. അത് കാണുന്ന ലോറയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ അവൾക്ക് ഇപ്പൊ ആന്റിയുടെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പൈപ്പറിനെ ആ റൂമിന്റെ അകത്തേക്ക് കയറ്റി വാതിലടക്കുകയാണ്. ഈ സമയം ഒലിവറിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പർ അവളോട് ചോദിക്കുന്നുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോ നല്ല ഉറക്കത്തിലാണ് എന്നാണ് ആന്റി അതിന് മറുപടി പറയുന്നത്. എന്നാൽ പൈപ്പറിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അവൾ കാണുന്നില്ലല്ലോ. ഈ സമയം ലോറ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൾ നേരത്തെ കളക്ട് ചെയ്ത അവരുടെ അച്ഛന്റെ മുടി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവൾ ഒലിവറിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒലിവർ ആണെങ്കിൽ അത് കഴിക്കുകയും ചെയ്തു. എന്താണ് ആ റൂമിൽ നടക്കുന്നതെന്നൊന്നും അറിയാതെ പൈപ്പർ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ലോറയുടെ ഈ വീടിന്റെ ഒരു മുകളിലത്തെ വ്യൂ കാണാം. ആ വീടിന് ചുറ്റുമായിട്ട് ഒരു വെള്ള വട്ടം വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ പുറത്തേക്കാണ് നേരത്തെ ആന്റി ഒലിവറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മുഴുവൻ പ്രശ്നങ്ങളും നടന്നത്. ഇതിൽ നിന്നും ലോറ റിച്വല് നടത്താൻ തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയം തന്നെ ഒലിവർ ആണെങ്കിൽ കുളിച്ചോണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ റൂമിന്റെ അകത്തേക്ക് ഒരാൾ വരുന്നത്. ആൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം ശബ്ദം കേട്ട ആന്റി ആണെങ്കിൽ തിരിഞ്ഞു നോക്കി. അവന്റെ കുളിമുറിയിൽ ആ ഗ്ലാസ്സിലൂടെ അവനൊരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. ആ രൂപം ഇപ്പം ആ ഗ്ലാസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്ലാസിന്റെ അടുത്ത് ആ രൂപം എത്തിക്കഴിഞ്ഞപ്പോൾ അത് അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് മരിച്ചുപോയ അവന്റെ അച്ഛനായിരുന്നു. ഈ സമയം അവന്റെ അച്ഛൻ അവനോട് പറയുന്നത് പൈപ്പർ മഴയത്ത് മരിക്കാൻ പോവാണെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ തിരിഞ്ഞു നടന്നു. ഈ സമയം ആന്റി ആണെങ്കിൽ ആ കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ ഇപ്പോൾ ആ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടപ്പോൾ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ആ രൂപം അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങാണ്. പെട്ടെന്നാണ് അവിടുത്തെ വെള്ളത്തിൽ വഴിക്ക് അവൻ താഴേക്ക് വീഴുന്നത്. അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് എത്തി. അയാൾ ഇങ്ങനെ അവനെ കടിക്കാൻ വേണ്ടി അയാളെ തല ഇങ്ങനെ പതുക്കെ താഴ്ത്തുകയാണ്. എന്നാൽ ഈ സമയത്താണ് അയാളുടെ രൂപം മാറുന്നത്. അത് ഒലിവർ ആയിരുന്നു. പിന്നീട് ആന്റി നോക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ്. ഈ സമയം ലോറയുടെ വീട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ പൈപ്പർ ആണെങ്കിൽ അവളുടെ മൊബൈലിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അത് ചെക്ക് ചെയ്തതിൽ നിന്നും അവൾക്ക് വരുന്ന മെസ്സേജ് ഒക്കെ ലോറ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ഇതേ സമയം ലോറയാണെങ്കിലോ വളരെ സന്തോഷത്തോടെ ആ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലോറ ഇപ്പൊ ആന്റിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ്. അവൻ കണ്ണു തുറക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇപ്പൊ അവൻ ലോറയുടെ അടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ പൈപ്പറിനെ മഴയത്ത് വെളിയിലേക്ക് ഇറക്കരുത്. ഞാൻ കുളിക്കുന്ന സമയത്ത് എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് പൈപ്പർ മഴയത്ത് മരിക്കുന്നതാണ്, അതുകൊണ്ട് അവളെ വെളിയിലേക്ക് ഇറക്കരുത് എന്നാണ് അവൻ ഇങ്ങനെ വെപ്രാളത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നീ എന്തൊക്കെയാണ് ആന്റി പറയുന്നത്? ഇതൊക്കെ നിന്റെ തോന്നലാണ്. നിന്റെ അച്ഛൻ മരിച്ചത് കുളിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ? പുള്ളി കുളിക്കുന്ന സമയം ഓണാക്കിയിട്ട ഷവറിനെ നീ മഴയുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ നീ പൈപ്പറിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു കാരണവശാലും അവളെ ഞാൻ മഴയത്ത് പുറത്തേക്ക് ഇറക്കത്തില്ല എന്നൊക്കെ ലോറ അവന് പ്രോമിസ് ചെയ്യാണ്. അങ്ങനെ അവനോട് സംസാരിച്ചതിന് ശേഷം ലോറ വീട്ടിലെത്തി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഈ സമയം ലോറ ആ പ്രോമിസ് അങ്ങോട്ട് തെറ്റിക്കുകയാണ്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പറിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് രണ്ടുപേരും കൂടെ മഴയത്ത് നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ലോറ പൈപ്പറിനെയും കൊണ്ട് പോകുന്നത് ആ പുറത്തുള്ള ഷെഡിന്റെ അകത്തേക്കാണ്. എന്നിട്ട് നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെയുള്ള ഒരു സാധനത്തിൽ ടച്ച് ചെയ്യിച്ചു. അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് പൈപ്പർ ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ജസ്റ്റ് മീറ്റ് ഐസിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് ലോറയുടെ മകളായ കാത്തിയായിരുന്നു. അവളുടെ ശരീരം ഇപ്പോഴും ലോറ ഐസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ആന്റി ഇപ്പൊ ലോറയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. സമയം രാത്രിയാണ്. ഇപ്പൊ പൈപ്പർ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ലോറ അവളുടെ റൂമിലേക്ക് വരുന്നത്. അവളിപ്പോ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ ആന്റിയുടെ സ്പ്രേ അടിച്ചിട്ടുണ്ട്. അവൾ പൈപ്പറിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അവളുടെ കണ്ണിനിട്ട് ശക്തിയായിട്ട് ഒരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൾ ഓടുകയും ചെയ്തു. പൈപ്പറിന് നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഈ സമയം ആന്റി ആണെങ്കിൽ അവന്റെ റൂമിൽ കിടക്കുന്നുണ്ട്. എന്നാൽ അവളുടെ കരച്ചിലൊന്നും അവൻ കേൾക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആന്റി പൈപ്പറിന്റെ അടുത്തേക്ക് എന്ന് നോക്കുമ്പോൾ അവളുടെ കണ്ണിന് ഇടി കിട്ടിയ പാട് കാണുന്നുണ്ട്. അവൻ വളരെ ടെൻഷനോടെ നിനക്കിത് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം ലോറയുടെ ഭാവം മാറി. നീയല്ലേ ഇവളെ ഇടിച്ചത്, നീ എന്തിനാണ് അവളെ ഉപദ്രവിച്ചത് എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ ആന്റിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം പൈപ്പർ ആണെങ്കിൽ ലോറയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അവൾക്ക് ആ സ്പ്രേ സ്മെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആന്റി ഇതിനു മുമ്പ് അവളെ അടിച്ചിട്ടുണ്ടല്ലോ, ഇതുകൊണ്ടൊക്കെ തന്നെ ആന്റി തന്നെയാണ് അവളെ അടിച്ചത് എന്നാണ് പൈപ്പർ വിശ്വസിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ലോറയുടെ ആവശ്യം. എങ്ങനെയെങ്കിലും അവൻ അവിടുന്ന് പുറത്താക്കണം. അങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ആന്റി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ നേരെ പോകുന്നത് വെൻഡിയുടെ ഓഫീസിലേക്കാണ്. എന്നാൽ അവളിപ്പോൾ ബിസി ആയതുകൊണ്ട് അവനിപ്പോൾ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. എന്നാൽ ഈ സമയത്താണ് അവനൊരു കാര്യം കാണുന്നത്. അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു ഫോട്ടോ കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അത് ഒലിവർ ആയിരുന്നു. എന്നാൽ ഈ ഫോട്ടോയിൽ അവന് മുടിയൊക്കെ ഉണ്ട്. മാത്രമല്ല അവന്റെ പേര് കോണർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവൻ ഉടനെ തന്നെ ചെന്നിട്ട് ആ ഫോട്ടോ എടുത്തു. എന്നിട്ട് അവൻ വെൻഡിയുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അവൻ അവളുടെ അടുത്ത് പറയാണ്. മാത്രമല്ല കോണർ മിസ്സായതല്ല, ലോറ അവനെ അവളുടെ വീട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ആന്റി ഇപ്പൊ വെൻഡിയുടെ അടുത്ത് പറയുന്നത്. ഈ സമയം ലോറയാണെങ്കിൽ ഇപ്പൊ അവളുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടുത്തെ സാധനങ്ങൾ മൊത്തം വാരി വലിച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല ഒലിവറും അവിടെ നിൽക്കുന്നുണ്ട്. അവൻ വല്ലാത്തൊരു രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. ദേഹം മൊത്തം ചോരയായിട്ട്. ഇപ്പൊ ലോറയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കയ്യിലെ മാംസവും കടിച്ചെടുക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ലോറ അവനെ തള്ളി മാറ്റിയിട്ട് വേഗം ചെന്നിട്ട് അവളുടെ റൂമിലേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ഈ സമയം ഒലിവർ ആണെങ്കിൽ ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലോക്കായത് കാരണം അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടേബിളിന്റെ അടുത്തേക്ക് എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കടിച്ചെടുത്ത് അതിങ്ങനെ ചവച്ച് തിന്നാൻ തുടങ്ങി. മാത്രമല്ല അത് തിന്നു കഴിഞ്ഞിട്ട് അവൻ അവന്റെ തന്നെ കയ്യിലെ മാംസമൊക്കെ കടിച്ചു പറിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലോറ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒലിവർ ഇപ്പൊ പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അവനെ കണ്ടതും അവൾ ആ ഗ്ലാസ്സിലായിട്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഒലിവർ അവളുടെ അടുത്തേക്ക് വന്നു. ഈ സമയം അവൾ വീണ്ടും വട്ടം വരയ്ക്കുകയാണ്. അങ്ങനെ അവനെ ഒന്ന് അടക്കിയതിനു ശേഷം ലോറ അവനെയും കൊണ്ടുപോകുന്നത് ആ ഷെഡിന്റെ അകത്തേക്കാണ്. ഷെഡിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒലിവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തയെ കടത്തിയിരിക്കുന്ന ഫ്രീസറിനെ മൂടി മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി. ഇതൊക്കെ കണ്ട് ലോറ ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ആന്റി ഇപ്പൊ വെൻഡിയെയും കൂട്ടി ലോറയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ പൈപ്പറിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവളിപ്പോ സ്കൂളിലാണ്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിലേക്ക് വോയിസ് അയക്കുകയാണ്. അവളെ ഉപദ്രവിച്ചത് അവനല്ല, അവിടെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഞാനിപ്പോ വെൻഡിയെയും കൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ വോയിസ് മെസ്സേജ് അയക്കുന്നത്. എന്നാൽ പൈപ്പറിന്റെ ഫോൺ ഇരിക്കുന്ന വീട്ടിലാണ്. ലോറ ഇപ്പം ആന്റി അയച്ച വോയിസ് മെസ്സേജ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അവൻ വെൻഡിയെയും കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് വരികയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അവള് പെട്ടെന്ന് ചെന്നിട്ട് ആ വീട് മൊത്തം ക്ലീൻ ചെയ്യാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കാത്തി അങ്ങോട്ട് എത്തി. ആന്റി ഇപ്പൊ ആ കാറിൽ തന്നെ ഇരിക്കുകയാണ്. കാത്തി മാത്രമേ അകത്തേക്ക് വന്നിട്ടുള്ളൂ. അവൾ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ചെക്ക് ചെയ്തതിൽ നിന്നും അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് അവൾ കോണറിന്റെ ഫോട്ടോ ലോറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. നീ ഇവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ലോറ അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ ആന്റി ആണെങ്കിൽ ആ പുറത്തുള്ള ഷെഡിന്റെ അകത്തേക്കാണ് പോകുന്നത്. അവൻ നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ഒലിവർ ഇപ്പം അവിടെ കിടത്തിയിരിക്കുന്ന കാത്തിയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതേ സമയം തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കാത്തി വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലോറയുടെ മുഖത്ത് ചോര കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നാൻ തുടങ്ങി. ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന ലോറ പറയുന്നത് അത് മറ്റൊന്നുമല്ല, കാത്തിക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോ പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ലോറ അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അവളുടെ ഭ്രാന്തമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ കാത്തിക്ക് ശരിക്കും പേടിയാവാണ്. അവൾ ഉടനെ തന്നെ ലോറയെ തട്ടി മാറ്റിയിട്ട് വേഗം പുറത്തേക്ക് ഓടി. ഈ സമയം ആന്റി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ കാത്തി ആ ഷെഡിന്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കോർണറിനെ കാണിച്ചു കൊടുത്തു. അവന്റെ ആ രൂപം കാണുമ്പോൾ അവക്കും പേടിയായി. അങ്ങനെ അവർ രണ്ടുപേരും വേഗം തന്നെ അവരുടെ കാറിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ കാറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ലോറ അവളുടെ വണ്ടിയിൽ സ്പീഡിൽ അങ്ങോട്ട് വന്നിട്ട് അവരെ രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ആ ഒറ്റ ഇടിയിൽ തന്നെ കാത്തി മരിച്ചു. എന്നാൽ ആന്റി മരിച്ചിട്ടില്ല. അവൻ അവിടെ വീണ് കിടക്കാണ്. മഴ പെയ്ത് അവിടെ മൊത്തം ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഈ സമയം ലോറ അങ്ങോട്ട് വന്നിട്ട് ആന്റി ആ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ ചെയ്തതിനു ശേഷം ലോറ നേരെ പോകുന്നത് പൈപ്പറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് പൈപ്പറിനെ അവിടെ നിർത്തിയിട്ട് ലോറ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. ഇവിടെയാണ് അവൾ കാത്തിയുടെയും ആന്റിയുടെയും ബോഡി വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അവൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പൈപ്പർ പുറത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് അവൾ ആന്റിയുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൾ എത്തിച്ചേരുന്നത് ഒലിവറിന്റെ റൂമിലാണ്. ഒലിവർ തന്നെയാണ് ആന്റിയുടെ ശബ്ദത്തിൽ അവളെ വിളിച്ചത്. പക്ഷെ അവൾ ചെന്ന് തൊട്ടു നോക്കുമ്പോൾ അത് ഒലിവറാണ്. ഈ സമയത്താണ് ലോറ അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പൈപ്പർ പറയുന്നത് ഞാൻ ആന്റിയുടെ ശബ്ദം കേട്ടു, പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ഒലിവറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ആന്റി എവിടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആന്റി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, അത് നിനക്ക് തോന്നിയതായിരിക്കും എന്നാണ് ലോറ അതിന് മറുപടി പറയുന്നത്. പക്ഷെ പൈപ്പറിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ബാത്റൂമിലേക്ക് ചെന്ന് വാതിലടയ്ക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ കാൽ അവിടുത്തെ ബോഡിയിൽ തട്ടുന്നത്. അവൾ അതിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആന്റി അവിടെ മരിച്ചു കിടക്കുകയാണ്. അത് മനസ്സിലാവുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. ഈ സമയത്താണ് ലോറ അങ്ങോട്ട് വരുന്നത്. അവിടേക്ക് വന്നിട്ട് അവൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പൈപ്പറിന്റെ അടുത്ത് പറയാണ്. അതായത് ലോറ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ആ റഷ്യൻ റിച്വൽ ഉണ്ടായിരുന്നല്ലോ, അത് നോക്കി പഠിച്ച് അതേ കാര്യങ്ങൾ തന്നെയാണ് അവൾ ആ വീട്ടിൽ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ വീടിന് ചുറ്റൊരു വട്ടം വരച്ചിരിക്കുന്നത്. ഇവളിപ്പോ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരി എന്ന് പേരുള്ള ഒരു ഡിമോൺ ഉണ്ട്. അതിനെ ഇപ്പം ഒലിവറിന്റെ ശരീരത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവനെ വെച്ചിട്ട് അവളുടെ മരിച്ചുപോയ കാത്തിയെ ജീവിപ്പിക്കണം. അതിനുവേണ്ടി പൈപ്പറിനെ ബലി കൊടുക്കണം. കാത്തി മുങ്ങിയാണല്ലോ മരിച്ചത്. ഇപ്പൊ പൈപ്പറിനെ കൊല്ലേണ്ടതും ആ സ്വിമ്മിംഗ് പൂളിൽ മുക്കിയിട്ടായിരിക്കണം. അതിനുവേണ്ടി മഴ പെയ്തത് നിറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നവര്. ഈ കാര്യങ്ങളൊക്കെയാണ് ലോറ ഇപ്പൊ പൈപ്പറിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. അവൾ വേഗം തന്നെ ലോറയെ തട്ടിമാറ്റി അവൾ ഓടാൻ തുടങ്ങി. എന്നാൽ ആ ഓട്ടത്തിനിടയിലാണ് അവളുടെ തല അവിടെ ഇടിച്ചിട്ട് അവൾ താഴേക്ക് വീഴുന്നത്. അങ്ങനെ അവൾ താഴെ വീണ് കിടക്കുമ്പോൾ ലോറ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കാലിൽ പിടിച്ച് അവളെ വലിക്കാൻ തുടങ്ങി. അങ്ങനെ ലോറ അവളെയും കൊണ്ട് പോകുന്നത് ആ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഈ സമയം ഒലിവർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ലോറ ഒലിവറിനെ മുന്നിൽ വെച്ചിട്ട് അവൾ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് താഴ്ത്തുകയാണ്. വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. പൈപ്പർ ഇങ്ങനെ ഉറക്കെ കരയാണ്. കരച്ചിലിന്റെ ഇടയിൽ അവൾ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ലോറ അവളെ വിടുകയാണ്. അങ്ങനെ ലോറ അവളെ വിട്ടതും പൈപ്പർ വേഗം തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി അവൾ നടക്കാൻ തുടങ്ങി. എന്നാൽ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് ഒലിവർ വന്നിട്ട് അവളെ പിടിക്കുന്നത്. അവനിപ്പോൾ അവളെ കടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഒലിവറിനെ തള്ളി മാറ്റിയതിനു ശേഷം പൈപ്പർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. കുറെ ഓടിക്കഴിയുമ്പോൾ ഒരു ടീം അതിലെ കാറിൽ പാസ് ചെയ്യുന്നുണ്ട്. പൈപ്പറിനെ കണ്ടതും അവർ വണ്ടി നിർത്തി. എന്നിട്ട് അവരിപ്പോൾ പൈപ്പറിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ ഒലിവർ ആണെങ്കിൽ അവിടെ നിലത്ത് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ആ വട്ടത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു. വട്ടത്തിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആ ഡെവിള് പോവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും പൈപ്പർ അറിയിച്ചതിനെ തുറന്ന് പോലീസുകാരൊക്കെ അങ്ങോട്ടെത്തി. അവരിപ്പോൾ ഒലിവറിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ സമയം അവൻ പറയുന്നത് ഞാൻ കോണറാണെന്നാണ്. ഇതേസമയം തന്നെ ലോറയാണെങ്കിൽ ആ ഷെഡിൽ നിന്നും അവളുടെ മകളെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ലോറ ഇപ്പം അവളുടെ മകളെ ചേർത്ത് പിടിച്ചിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാർ അവളുടെ അടുത്തേക്ക് എത്തി. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ കിടലിനൊരു പുതിയ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.